ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ, ചെറിയൊരു വീഡിയോ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മളെ സ്വന്തം വട്ടലപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതൊരു പഴയകാല റെസിപ്പിയാണ്. അന്ന് ഈ പുഡിംഗ് ഒന്നും ഇല്ലല്ലോ. അന്ന് പുഡിങ്ങിന് പകരമായിട്ട് നമ്മളെ ഉമ്മമ്മമാരും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടത്. ഇത് പുഡിങ്ങിനെക്കാട്ടി സോഫ്റ്റാണ്. നമ്മളിത് തൊട്ടാൽ തന്നെ പൊട്ടിപ്പോകണം, അത്രയ്ക്കും സോഫ്റ്റ് ആയിട്ടുള്ള, വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞിറങ്ങണ ഒരു പലഹാരമാണ് കേട്ടോ. അധികം ഇൻഗ്രീഡിയൻ്റ് ഒന്നുമില്ല, മൂന്ന് സാധനങ്ങൾ വെച്ചിട്ട് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. കയ്യിലിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പൊട്ടിപ്പോവും, അത്രയ്ക്കും സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 6 കോഴിമുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലോണം ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. നമ്മൾ നല്ലോണം കലക്കി കൊടുക്കണം കേട്ടോ. ഇത് അതിൻ്റെ എന്താ പറയുക, നമ്മൾ കോഴിമുട്ട ഇങ്ങനെ ഇളക്കുമ്പോൾ പകുതി ഇളകിയിട്ട് പകുതി ഇളകാതെ നിന്നാലൊക്കെ ഒരു ഇതുണ്ടാവില്ല. അങ്ങനെയൊന്നും ഇല്ലാതെ നല്ലോണം ബീറ്ററോ പിന്നെ സ്പൂണോ എന്തായിട്ടെങ്കിലുമൊക്കെ ഇളക്കി മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. നല്ലോണം തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇത് നമ്മളിതിങ്ങനെ ഇളക്കി കൊടുക്കുന്നിടത്താണ് ഇതിൻ്റെ എന്താ പറയുക പെർഫെക്ഷൻ വരിക എന്ന് പറയുക. നല്ലതായിട്ട് കിട്ടല് നമ്മൾ ഇതിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴാണ് കേട്ടോ. നമ്മളിത് അധികം ഇൻഗ്രീഡിയൻറ്റും ഇല്ല. കോഴിമുട്ട, ശർക്കര, പിന്നെ എന്താ ഏലക്കായിൻ്റെ പൊടി, തേങ്ങാപ്പാൽ, ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. പിന്നെ എൻ്റെ കൂട്ടുകാരോട് എനിക്കൊരു നല്ലൊരു സന്തോഷ വാർത്ത പറയാനുണ്ട് കേട്ടോ. നമ്മൾ ഇതിന് മുന്നിട്ട വീഡിയോ ഇപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഇത്രയും വ്യൂസ് വരുന്നത്. 22K വ്യൂസ് ആയിട്ടുണ്ട്. നമ്മൾ കുക്കറിൽ വെച്ചിട്ട് എന്താ പറയുക മുട്ട പപ്സ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ട് എന്നിട്ടോ. അതിന് 22K വ്യൂസ് ആയിട്ടുണ്ട്. വ്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് കൊണ്ടാണ് ആ വീഡിയോ ഇത്രയെങ്കിലും വ്യൂസ് കിട്ടിയത്. അപ്പോൾ എല്ലാവരും എൻ്റെ മുന്നത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ട് എന്താ പറയുക ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് ചെയ്യും കേട്ടോ. പിന്നെ ഇപ്പോൾ ഞാൻ ആ കോഴിമുട്ടയിലേക്ക് 1.5 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിത് ഒരു തേങ്ങയിൽ നിന്നാണ് ഇത്രയും പാലെടുത്തിട്ടുള്ളത് കേട്ടോ. അത് 1/2 കപ്പ് ഒരു 1/4 കപ്പോളം വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഈ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ടുള്ളത്. ഒരുപാട് വെള്ളം ചേർത്തിട്ട് വെള്ളം പോലെ ആക്കി എടുക്കരുത് കേട്ടോ. നല്ല കട്ടിയിലാണ് നമുക്ക് തേങ്ങാപ്പാൽ വേണ്ടത്. പിന്നെ ഞാനിത് ഒരു 1.5 അച്ച് ശർക്കര ഈ ഗ്രേറ്റർമേൽ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തതാണ് കേട്ടോ. ഇത് നമുക്ക് ഇതിൽ തന്നെ ചൂടാക്കൊന്നും ചെയ്യാതെ മിക്സ് ചെയ്തിട്ട് എടുക്കാനുള്ളതാണ്. അപ്പോൾ അല്ലാതെ അത് മിക്സായിട്ട് കിട്ടൂല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തത്. അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സായി കിട്ടുമല്ലോ. അപ്പോൾ അതിലേക്ക് ഞാനൊരു 1/2 ടേബിൾ സ്പൂണോളം ഏലക്കായിൻ്റെ പൊടി പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂടുതലോ കുറവോ ഇടാം. വാനില എസൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ വേറൊരു ടേസ്റ്റ് ആയിക്കാരം. ഇത് നമ്മൾ പണ്ട് ഉണ്ടാക്കണ അതേമാതിരിയാണ് ഉണ്ടാക്കണത്. അപ്പോൾ അന്ന് വാനില എസൻസ് ഒന്നും കിട്ടൂലല്ലോ. അപ്പോൾ അത് ഏലക്കായിൻ്റെ പൊടി തന്നെ കിട്ടുള്ളൂ. അപ്പോൾ ഏലക്കായിൻ്റെ പൊടി തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് എന്താ പറയുക ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഏലക്കായിൻ്റെ പൊടി തന്നെ ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ വാനില എസൻസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കട്ടോ. അപ്പോൾ നമ്മളിതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ആ ശർക്കര ഒക്കെ അതിൽ അലിഞ്ഞിട്ട് വേറൊരു കളറായിട്ട് വരും. നല്ലൊരു എന്താ പറയുക നല്ലൊരു കളറായിട്ട് വരും കേട്ടോ. കുറച്ച് തിക്നെസ്സും ആയി വരും ഈ പിന്നെ ബാറ്ററിന്. നമ്മൾ തേങ്ങാപ്പാലും കോഴിമുട്ടയും ശർക്കര ഒക്കെ ഇട്ടില്ല, അപ്പോൾ കുറച്ചൊരു കട്ടിയായിട്ട് വരും കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ലോണം മിക്സ് എന്താ പറയുക മിക്സ് എന്ന് പറഞ്ഞ മാതിരി തന്നെ നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കട്ടോ. ഇത് മിക്സ് ചെയ്യുന്നിടത്താണ് ഇതിൻ്റെ ഭാഗം. പിന്നെ ഞാനിതൊരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ എണ്ണ ഒന്നും പരട്ടി കൊടുക്കേണ്ട ഒരാവശ്യമില്ല. ഒരു അരിപ്പ വെച്ചിട്ട് ഈ ബാറ്റർ ഒന്ന് അരിച്ചിട്ട് ഒഴിക്കണം. അപ്പോൾ നമ്മളെന്താ ഇങ്ങനെ അരിച്ച് ഒഴിക്കണമെന്ന് വെച്ചാൽ ശർക്കരയിൽ കല്ലും മണ്ണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ച് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ പറഞ്ഞത് കണ്ണും മല്ലും എന്നാണ് കേട്ടോ പറഞ്ഞത്. കല്ലും മണ്ണും എന്നുള്ളതിന് തല കുത്തനായി പോയതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. പിന്നെ ഞാനൊരു അപ്പച്ചെമ്പ് വെച്ചിട്ട് നല്ലോണം ആവി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇത് വെച്ച് കൊടുത്തിട്ട് മൂടി വെക്കണം കേട്ടോ. അത് മൂടി വെക്കാതെ നമ്മൾ കേക്കൊന്നും ഉണ്ടാക്കണ മാതിരി മൂടി വെക്കാതെ വെക്കരുത്, മൂടി വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവി വെള്ളം തന്നെ ഉറ്റിയിട്ട് കുളമായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് എന്തെങ്കിലും വെച്ചിട്ട് മൂടി വെക്കട്ടോ. ക്ലിംഗ് റാപ്പോ അലൂമിനിയം ഫോയിലോ പിന്നെ എന്തെങ്കിലും, ഇതിൻ്റെയൊക്കെ രണ്ടും ഇല്ല സാധനം. അപ്പോൾ ഞാനൊരു പാത്രത്തിന് മൂടി കൊടുത്തിട്ട്, അപ്പോൾ അതിൻ്റെ നടുക്ക് 2 ഓട്ടല്ലേ,
അത് ഞാനിത് വെന്തോന്ന് ഇതിന് മുന്നേ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അടുത്ത പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യം കുത്തി നോക്കിയപ്പോഴാണ് ഇത് നല്ലോണം വെന്ത് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇതിൽ ഇനിയിപ്പോൾ ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഇതെല്ലാവരും ഇടുമ്പോൾ പതുക്കെ ഇട്ടോണ്ടിട്ടോ. ഞാൻ എൻ്റെ ആക്രാന്തം മൂത്തിട്ട് ഞാൻ ഉറക്കണ്ട് പൊട്ടിയപ്പോൾ 2 പൊളിയായിട്ട് വീണ്. അത്ര ഞാൻ എൻ്റെ കൊട്ട് കണ്ടാൽ തന്നെ അറിയാം, കുറച്ച് സ്ട്രോങ് ആയി പോയിട്ടോ കൊട്ട്. ഞാൻ കേക്കൊക്കെ ഇങ്ങനെ കൊട്ടണ മാതിരി കൊട്ടി നോക്കി, പക്ഷേ ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സാധനമല്ലേ. പക്ഷെ കുഴപ്പമൊന്നുമില്ല, 2 ഭാഗമായിട്ട് പൊളിഞ്ഞ് വീണ്. പക്ഷെ നമുക്കിതിങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടാണ് ഇത് ഉണ്ടാവല്. ഇത് എന്താ പറയുക, ഫ്ലോപ്പായി പോയിട്ടില്ല കേട്ടോ സാധനം. നമുക്ക് വീട്ടിൽ തിന്നാനുള്ളതല്ല. അപ്പോൾ പിന്നെ ഞാൻ ആദ്യം വിചാരിച്ച് ഈ വീഡിയോ ഇടണ്ടാന്ന് കേട്ടോ. പക്ഷെ തിന്ന് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല പാകമായി വന്നും ചെയ്തിട്ട് നമ്മൾ ഇട്ട ഒരു ഇത് വെച്ചിട്ട് ഒന്ന് പൊട്ടിപ്പോയി എന്ന് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ കേട്ടോ. അല്ലാതെ ഇതിന് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇത് നല്ല പാകമായിന്ന് നമുക്കറിയില്ല. ഇതിൻ്റെ ഉള്ളിലിങ്ങനെ ഓരോ ഹോൾസ് വരും, ഓട്ടായിട്ട് വരും. അപ്പോഴാണ് നമുക്കിത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിരിക്കണമെന്നുള്ളത് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇത് അതിൻ്റെ കയ്യിൽ വെക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഇളകി കളിക്കുന്നത് കാണാം. നമ്മൾ പിന്നെ എന്താ പറയുക, കോൺഫ്ലവറൊക്കെ വെച്ച് പുഡിങ് ഉണ്ടാക്കിയാലൊക്കെ എങ്ങനെയാണ് അതുപോലെ കേട്ടോ. വായിലിട്ട് അലിഞ്ഞ് പോണ മാതിരി ആയി കിട്ടിയിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ ഓട്ടൊക്കെ വന്നിക്കണത്. അപ്പോൾ ഇത്രയുള്ള കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയട്ടോ. അപ്പോൾ എല്ലാവരോടും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ പുതിയ കൂട്ടുകാർ കുറേ വന്നിക്കണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ കൂടെയുള്ള ബെൽ ബട്ടൺ ഒന്ന് ഓൾ പ്രസ് ചെയ്തിട്ട് കാണട്ടോ. ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളെ സ്വന്തം നൂറ.